എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു ലോങ് ട്രിപ്പ് പോവാണ്. ലോങ് ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലോങ്, കുറേ നാൾക്ക് ശേഷം ഒരു ലോങ് ട്രിപ്പ് അടിക്കുകയാണ്. ഇവിടെ ദുബായിൽ വിൻ്റർ സീസണൊക്കെ തുടങ്ങി. അപ്പോൾ നവംബർ ആയതുകൊണ്ട് അല്പം ടെമ്പറേച്ചറൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് ജബൽ ജയ്സിലേക്ക് ഒന്ന് പോയാലോ ഒന്ന്. കുറേ നാളെ ഇങ്ങനെ ലോങ് ഡ്രൈവൊക്കെ എടുത്തിട്ട്. ഇപ്പോൾ എന്തായാലും ഇന്ന് സൺഡേ, അപ്പോൾ നമ്മളൊരു 2 മണിയാകുമ്പോൾ ഇറങ്ങി വീട്ടിൽ നിന്ന്. ഞങ്ങളിപ്പോൾ ജബൽ ജയ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജബൽ ജയ്സിൽ നമ്മളെപ്പോഴും പോകാറുണ്ട്. പക്ഷേ ജബൽ ജയ്സിൽ നമ്മൾ പോയിട്ട് അവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ഒരു 1484 അങ്ങനെ എന്താ പറയുക റെസ്റ്റോറൻറ്റ് ജബൽ ജയ്സിൻ്റെ ടോപ്പ് പോയിന്റിൽ. ഇതുവരെ അവിടെ നമ്മൾ പോയിട്ടില്ല. സോ ഇന്ന് അവിടെ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഞം കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി സീറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ബുക്കിംഗ് ഇല്ലാതെ അങ്ങോട്ട് കയറാൻ പറ്റില്ല. ഞങ്ങൾ പല പ്രാവശ്യം പോയിട്ട് മടങ്ങി വന്നുള്ള ബുക്കിംഗ് ഇല്ലാതെ അവർ അങ്ങോട്ട് കയറ്റി വിടില്ല. അപ്പോൾ ഞങ്ങൾ ഇന്നലെ ബുക്ക് ചെയ്തു, 3 പേർക്ക് ബുക്ക് ചെയ്തു. ഞാനും മീനും റെജിയും കൂടിയാണ് പോകുന്നത്. അവർ 2 പേരും കൂടിയിട്ട് എഡ്നോക്കിൽ ഞാൻ പെട്രോൾ അടിക്കാൻ നിർത്തിയതാണ്. അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തിയപ്പോൾ അവരവിടെ നിന്ന് കുറച്ച് ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോളല്ല കേട്ടോ, സാധാരണ ഡ്രിങ്ക്സൊക്കെ, നമ്മളെ വെള്ളം അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്, ചിപ്സൊക്കെ. അപ്പോൾ ജബൽ ജയ്സിലേക്ക് പോകുന്ന വലിയ കാഴ്ചകളൊന്നും ഞാൻ കാണിക്കുന്നില്ല. നമ്മൾ പല വീഡിയോയിൽ കാണിച്ചാണല്ലോ. അപ്പോൾ എന്തായാലും അവിടെ നല്ല വല്ല കാഴ്ചകളുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ സൺസെറ്റ് കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ സൺസെറ്റ് കാണാൻ പറ്റുമെന്നാണ് നമ്മുടെ വിചാരം. നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ജബൽ ജയ്സിലേക്ക് വരുമ്പോൾ പുതിയതായിട്ടുള്ളൊരു സംഭവം നമുക്ക് ഇവിടെ കാണാം. ഒരു പെട്രോൾ സ്റ്റേഷനൊക്കെ വന്നിട്ടുണ്ട്. ഇതൊരു ചെറിയ റൗണ്ട് ബോട്ടായിരുന്നു. അപ്പോൾ ഇവിടെ വലിയ റൗണ്ട് ബോട്ടാക്കിയിട്ട് ഇവിടെ പെട്രോൾ സ്റ്റേഷൻ അങ്ങനെ മുതലായ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ. അതാണ് ഇവിടുത്തെ ഒരു പുതിയ ഡെവലപ്മെൻറ്റ്. ഇങ്ങോട്ട് മല കയറാനുള്ള തുടക്കമായി. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മുമ്പ് വന്ന് കാണിച്ചുകൊണ്ടാണ് ഞാൻ വീണ്ടും കാണിക്കാത്തത്. എന്തെങ്കിലും പുതിയ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാൻ കാണിക്കാം. സോ ഗൈസ്, നമ്മളിപ്പോൾ ജബൽ ജയ്സിൻ്റെ ഒരു ഗേറ്റ് ഉണ്ടല്ലോ, അവിടുന്ന് മുന്നോട്ട് പോവുകയാണ്. ഇതുവരെ നമ്മൾ പലപ്പോഴും വന്നിട്ട്, പക്ഷെ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരിക്കലും കയറിപ്പോയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളിതാ മുകളിലേക്ക് പോകുന്നു. ഒരു വൈഡ് റേഞ്ച് വ്യൂ ഇടാം, നല്ലതല്ലേ? എന്താ കളറല്ലേ? ഓക്കെ, അപ്പോൾ വൈഡ് റേഞ്ചിൽ നമുക്ക് ഇത് കാണാം. വൈഡ് ആംഗിളിൽ ആഹാ, നല്ല ബ്ലൂ സ്കൈ. ഇപ്പം നമ്മൾ ആദ്യമായിട്ടാട്ടോ ഇവിടെ ഈ ഭാഗത്തേക്ക് വരുന്നത്. പക്ഷെ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഇങ്ങനെ കയറിപ്പോയിട്ടുണ്ടല്ലോ. ഇവർ വന്നു തന്നെയാണോ ഇവിടേക്ക്? ആയിരിക്കാം. അപ്പോൾ നമ്മളിതിന് മുകളിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 1484 ബൈ പ്യൂറ എന്നാണ് തോന്നുന്നു. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഈ ഭാഗത്തേക്കൊക്കെ വരാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഈ കാഴ്ച ഞാൻ കാഴ്ചവെക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ചുകൂടി ഹൈറ്റിലേക്ക് നമ്മൾ പോകുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ചിലപ്പോൾ വ്യൂ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തന്നെയാണ് മറ്റേ എന്താ പറയാ, സിപ്പ് ലൈനൊക്കെ തുടങ്ങുന്ന സംഭവം അവിടെയാന്ന് തോന്നുന്നു. നമ്മളിതുവരെ പോയിട്ടില്ല അവിടെ. നല്ല കയറ്റാണ് കേട്ടോ. നിസാൻ പെട്രോളിനൊക്കെ എന്തല്ലേ. അപ്പോൾ ഇത് ജെയ്സ് ഫ്ലൈറ്റ്, സിപ്പ് ലൈൻ്റെ സാധനം. അതെ. The highest restaurant, world's longest restaurant, no parking.
ഇവിടെയാണോ? ഇതായിരിക്കും അല്ലേ പാർക്കിംഗ്? എവിടെയാ പാർക്കിംഗ്? ഉള്ളില്ല. മോളിലേക്ക് പോകാൻ പറ്റും നമുക്ക്? മോളിലേക്ക് ഒന്ന് പോയിട്ട് വന്നാലോ? വേണ്ടല്ലേ, അല്ല ഫൈൻ അടിച്ചാലോ? ഇവിടെ ആണ് നമ്മളെ റെസ്റ്റോറൻറ്റ്, ജെയ്സ് അഡ്വഞ്ചർ പാർക്ക്. പക്ഷെ ആ റെസ്റ്റോറൻറ്റ് പേരൊന്നും കാണണല്ലോ അല്ലേ? അവിടെ ഉണ്ടോ? ഓ, മോളിലേക്കൊക്കെ പോകാൻ സ്ഥലമുണ്ട് കേട്ടോ. സോ ഗൈസ്, നമ്മളോട് ഫൈനലി എത്തി കേട്ടോ. മലയുടെ മുകളിൽ നല്ല വെയിലുണ്ട്, പക്ഷെ നല്ല തണുപ്പുണ്ട് അല്ലേ? നമ്മളങ്ങനെ വെളുത്ത് വെള്ളപ്പാണ്ട് പിടിച്ച പോലെ ഇരിക്കുന്ന എന്താ അതില്? ഫിൽറ്റർ കുറച്ച് കൂടിപ്പോയെന്ന് തോന്നിച്ചിട്ടുണ്ട്. സൺലൈറ്റ്. ചുറ്റും സിപ്പ് ലൈൻ പോകുന്നവിടെ അവിടെ ആ ഭാഗത്ത്. ഈ ഭാഗത്ത് റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഗൈസ്, നമ്മളിവിടെ ഫൈനലി ഇതാ അവിടെ റെസ്റ്റോറൻ്റ് അവിടെ എത്തിയിരിക്കുകയാണ്. നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല, ഒരു 6 o'clock അപ്പോയിൻമെൻറ്റ്. പക്ഷേ ഇവിടുത്തെ വ്യൂ കണ്ടില്ലേ? ഓ, ഒന്നൊന്നര വ്യൂ. അപ്പോൾ ഗൈസ്, ആ നമ്മളെ ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് നടന്നു പോകാം കേട്ടോ. അതിന് മുകളിൽ ആൾക്കാരൊക്കെ വെക്കുന്നുണ്ട്, ഉണ്ടല്ലേ? കുറേ സ്റ്റെപ്സ് കയറാനാണ് എൻ്റെ മുകളിലേക്ക്. അപ്പോൾ ഇതുപോലെ കഷ്ടപ്പെട്ട് മുകളിലേക്ക് നടന്നു കയറി വന്നാൽ നമുക്ക് ഇതുപോലത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് കേട്ടോ. ഇവിടെ നിന്നിട്ട് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആണ്. നമുക്ക് ഇവിടുന്ന് ജബൽ ജെയ്സിൻ്റെ മുകളിൽ ഇതൊരു ടോപ്പ് പോയിന്റ് തന്നെ വിശേഷിപ്പിക്കാതെ തന്നെ ഇവിടുന്ന് മുകളിലേക്ക് കയറാനുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഇനിയും കയറണം ഏറ്റവും ടോപ്പിലേക്ക് എത്തണമെങ്കിൽ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ്. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഈ സിപ്ലൈൻ്റെ ഒക്കെ വ്യൂ നമുക്ക് കിട്ടും. അങ്ങനെ ഏറ്റവും മുകൾ ഭാഗത്തുള്ള വ്യൂ ആണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ. താഴേക്ക് നോക്കുമ്പോൾ തന്നെ തലയേറ്റ് വിടുന്നുണ്ട്. Hey Minu, did you like this place? Hey guys, അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 6 മണിക്കാണ് നമ്മൾ സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ റെജിത ആ മലയുടെ മുകളിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ആ മലയുടെ മുകളിലേക്ക് നമ്മളിപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യണം സൺസെറ്റിന് വേണ്ടിയിട്ട്. സൺസെറ്റ് കണ്ടിട്ട് ഭക്ഷണം കഴിക്കാൻ പോകാൻ വിചാരിച്ചിരിക്കുകയാണ്. എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ റെജീനെ കാണാനുണ്ട് അവിടെ. റെജിത അവിടെ ആരായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ടല്ലോ. ആരാണ് അയാൾ? അവിടെ നല്ല സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. എവിടെ നിന്ന് നമുക്കൊന്നും കാണാൻ പറ്റില്ലെന്നാണ് വിചാരിക്കുക. പക്ഷെ നമ്മളെ സാംസങ് ക്യാമറ അതിലും വലിയ ആളാണ്. നമുക്ക് എവിടെ നിന്നാലും ആൾക്കാരെ കാണാം അല്ലേ മീനു? ഗൈസ്, അതിൻ്റെ ഇടയിൽ നിന്ന് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ ട്രൈപോഡ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കാല് പൊട്ടിപ്പോയി.
ഞാനൊന്നും അറിയാതെ പ്രസ് ചെയ്തതാണ്. കുറച്ച് ബലം കൂടിപ്പോയി. ഇത്രയും ബലത്തോടെ ഒന്നും പ്രസ് ചെയ്തിരുന്നപ്പോഴാണ് മനസ്സിലായത്. എന്ത് ചെയ്യാം, വാട്ടിടും. അപ്പോൾ ഗൈസ്, ഒരു ബ്യൂട്ടിഫുൾ സൺസെറ്റ് വരാനിരിക്കുകയാണ്. അത് നമ്മൾ കാണാനാണ് ഇവിടെ മെയിനായിട്ട് ഇവിടെ വന്നത്. ഉണ്ടല്ലേ, ഓൾറെഡി മെല്ലെ മെല്ലെ താവും. പെട്ടെന്നായിരിക്കും സൂര്യൻ അസ്തമിച്ച് പോകുന്നത്. അപ്പോൾ എപ്പോഴും അവിടെ റെഡി ആയിട്ട് നിൽക്കണം. അപ്പോൾ ഗൈസ്, ഇവിടെ ബിയറും ആൽക്കഹോളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചു ഇതൊന്നും ഇവിടെ ഇല്ലെന്ന്. സോ യു ഡു ഗെറ്റ് ബിയർ ആൻഡ് ആൽക്കഹോൾ ഹിയർ. ഒരു ബിയർ ഓർഡർ ചെയ്തതാണ്. ഡ്രാഫ്റ്റ് ബിയർ ഓർഡർ ചെയ്തിട്ട് കിട്ടിയതാണ്. ഗൈസ്, സൺസെറ്റ് വ്യൂ കണ്ട് നമ്മളിവിടെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുകയാണ്. ഇവിടെ എല്ലാവരും ഭയങ്കര സെൽഫി അടിക്കുകയാണ്. ഭക്ഷണമൊക്കെ ഭയങ്കര എക്സ്പെൻസീവാണ്. ഗൈസ്, നമ്മളെ ഫിഷ് ആൻഡ് ചിപ്സൊക്കെ ഈ കോലത്തിലായി. കുറച്ച് ഫ്രൈസ് ബാക്കിയുണ്ട്. വലിയ ടേസ്റ്റ് ഒന്നും പറയാൻ പറ്റില്ല, ഒരു ആവറേജ് ടേസ്റ്റ് അത്രേ ഉള്ളൂ. നല്ല കാശും നല്ല വിലയും. ബട്ട് ഈ ഒരു ആംബിയൻസ് അല്ലേ, അതിനാണ് നമ്മൾ കാശ് കൊടുക്കുന്നത്. So nice. You want to try it? Really? You want to try?
മോക്ടെയിൽ. ഇവിടെ നിന്ന് തന്നെയാണ് സിപ്പ് ലൈനിൽ പോകുന്ന സംഭവം കേട്ടോ. ഇവിടെ ഓരോ സോവനീഴ്സിൻ്റെ ഷോപ്പൊക്കെ ഉണ്ടല്ലേ. പോവാം. നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ. അപ്പോൾ ബൈ ബൈ. എന്താ 1484 പൂറ. ബൈ ബൈ. പിന്നെ കാണാം നമുക്ക്. അങ്ങടെ അങ്ങടെ പോകുന്നു. ഇതാണ് കേട്ടോ സംഭവം. രാത്രിയാകുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതാ വിടുന്നു. റിജിയാണ് വണ്ടി പിടിക്കുന്നത്. ഞാൻ റെസ്റ്റ്.